Dear students, welcome to today's online maths session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ആൾജിബ്ര ആണ്. ഓക്കെ, സോ മാത്തമാറ്റിക്സിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ആൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വേരിയബിൾസ്, സിമ്പിൾ എക്സ്പ്രഷൻസ്, ലീനിയർ ഇക്വേഷൻസ് ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൾജിബ്ര എന്താണെന്ന് മനസ്സിലാക്കണം, വേരിയബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. സോ എന്താണ് ആൾജിബ്ര, എന്തൊക്കെയാണ് ആൾജിബ്രയുടെ യൂസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം നമുക്ക് തരികയാണെന്ന് വിചാരിക്കാം. ആ മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിൽ അൺനോൺ ആയിട്ട്, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അൺനോൺ ക്വാണ്ടിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ആൾജിബ്രയിൽ നമ്മൾ ഇത്രയാണ് ചെയ്യുന്നത്. ആൾജിബ്ര യൂസസ് ലെറ്റേഴ്സ് ടു റെപ്രസെൻറ്റ് അൺനോൺ നമ്പേഴ്സ്. ഓക്കെ, ഇത് നമുക്ക് പ്രോബ്ലംസ് ലോജിക്കലി സോൾവ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വേരിയബിൾസ്. എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. വേരിയബിൾ ഇസ് എ ലെറ്റർ റെപ്രസെൻറ്റിങ് ആൻ അൺനോൺ വാല്യൂ. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ അൺനോൺ ആയിട്ട് ആ പ്രോബ്ലത്തിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു പറഞ്ഞു. ആ ഒരു വാല്യൂവിനെ നമ്മൾ, ആ ലെറ്ററിനെ നമ്മൾ പറയുന്ന പേരാണ് വേരിയബിൾ എന്നുള്ളത്. ഓക്കെ, സോ ഈ വേരിയബിളിനെ നമുക്ക് എക്സ്, വൈ, എ, ബി, സി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ലെറ്റർ വെച്ചിട്ട് വേരിയബിളിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി വേരിയബിൾസിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയുകയാണെങ്കിൽ, ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 4, എക്സിൻ്റെ വാല്യൂ 4 ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 3 എന്തായിരിക്കും? എക്സ് പ്ലസ് 3 എന്ന് പറയുന്നത്, ഇവിടെ എക്സിന് പകരം എന്ത് കൊടുക്കണം? 4 കൊടുക്കണം അല്ലേ? 4 പ്ലസ് 3, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 4 പ്ലസ് 3? ദാറ്റ് ഇസ് ഈക്വൽ ടു 7. ഓക്കെ, അപ്പോൾ എക്സിന് പകരം ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? 4 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ എക്സ് 4 ആകുന്ന സമയത്ത് എക്സ് പ്ലസ് 3യുടെ വാല്യൂ 4 പ്ലസ് 3 ഈക്വൽ ടു 7 ആയിട്ടാണ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് വൈയുടെ വാല്യൂ 10 ആണെന്ന് കരുതാം. ഓക്കെ, y ഈക്വൽ ടു 10 ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 2y? ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. 2y എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് 2 ഇൻറ്റു വൈ ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 10 ഈക്വൽ ടു 20. ഓക്കെ, ദിസ് ഇസ് അവർ ആൻസർ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ ഡു വി യൂസ് വേരിയബിൾസ്? എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ വേരിയബിൾസിനെ യൂസ് ചെയ്യുന്നത്? അത് അൺനോൺസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ആൻഡ് ഓൾസോ റൂൾസ് ഫോം ചെയ്ത് ഒരുപാട് റിയൽ ലൈഫ് പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഈ ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നറിയാം. ഏതൊക്കെയാണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. പിന്നെ നമ്പേഴ്സ് എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാലോ. ആൻഡ് വേരിയബിൾസ് എന്താണെന്ന് ഇപ്പോഴും പഠിച്ചു. ഈ നമ്പേഴ്സിൻ്റെയും വേരിയബിൾസിൻ്റെയും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൻ്റെയും കോമ്പിനേഷൻ, അതിനെ പറയുന്ന പേരാണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻസ്. ഇവിടെ നമുക്ക് ഈക്വൽ ടു സൈനിൻ്റെ ആവശ്യമില്ല. നോ ഈക്വൽ സൈൻ ഇസ് യൂസ്ഡ്. ഇവിടെ ഞാൻ ആൾജിബ്രൈക് എക്സ്പ്രഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. സോ എക്സ് പ്ലസ് 5. എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് 5. എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്, അൺനോൺ ആയിട്ടുള്ളൊരു നമ്പറാണ്. ആൻഡ് പ്ലസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആൻഡ് 5 ഇസ് ദ നമ്പർ. ഓക്കെ, ഇനി 2y മൈനസ് 3 എടുത്ത് നോക്കിയാലോ. ഇതിലെങ്ങനെയാണ്? 2 ഇൻറ്റു വൈ മൈനസ് 3, വേരിയബിൾ നമ്പർ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെ കോമ്പിനേഷൻ അല്ലേ. സോ ഇതും എന്താണ്? ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. സിംപ്ലി നമ്മൾ 4a, അതായത് 4 ഇൻറ്റു a എടുക്കുകയാണെങ്കിലും അവിടെ എന്ത് തന്നെയാണ് ഇത്? ഇതൊരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, 7 മൈനസ് b ഈസ് ഓൾസോ ആൻ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ഈ ആൾജിബ്രൈക് എക്സ്പ്രഷൻസിൻ്റെ പാർട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എ ടേം
ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ്. അതായത് ഇവിടെ എക്സ് പ്ലസ് 5 എന്ന് പറയുന്ന ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇതിൽ അഡീഷനോ സബ്ട്രാക്ഷനോ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു അഡീഷൻ ഉണ്ട് അല്ലേ. ഈ അഡീഷൻ ആക്ച്വലി ഈ പറയുന്ന ഓൾജിബ്രൈക് എക്സ്പ്രഷനെ രണ്ട് ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. ഒന്ന് എക്സ് ആണ്, അടുത്തൊന്ന് എന്താണ്, 5 ആണ് അല്ലേ. അപ്പോൾ ഇതിന് രണ്ട് ടേംസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് അഡീഷൻ കൊണ്ടോ സബ്ട്രാക്ഷൻ കൊണ്ടോ ഈ ഓൾജിബ്രൈക് എക്സ്പ്രഷനിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓരോ യൂണിറ്റിനെയും നമ്മൾ പറയുന്ന പേരാണ് ടേം എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 7 മൈനസ് എ, നേരത്തെ ചെയ്ത 7 മൈനസ് എ ആണ് ഞാൻ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു സബ്ട്രാക്ഷൻ സൈൻ ഉണ്ട് അല്ലേ. സോ ഇവിടെ നമുക്ക് എത്ര ടേംസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. 7 ഒരു ടേമാണ്, എ ഒരു ടേമാണ്. ഓക്കെ, ഇനി ഒരു 3x പ്ലസ് 4y മൈനസ് 3, ഇതാണ് നമുക്ക് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ തന്നിരിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ടേംസ് ഉണ്ട്, 3x 4y ആൻഡ് 3, ഇങ്ങനെ 3 ടേംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ ടേം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കോഎഫിഷ്യന്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3x ആണ് ഒരു ടേം എടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വേരിയബിളിൻ്റെ തൊട്ട് മുമ്പിലുള്ള നമ്പർ, അതായത് വേരിയബിളിനോട് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നിൽക്കുന്ന നമ്പറിനെ പറയുന്ന പേരാണ് എന്ത്, കോഎഫിഷ്യന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ അല്ലേ, എക്സ് ആണ് നമുക്ക് അറിയാത്ത നമ്പർ. സോ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പർ, എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ഏതാണ് ഇവിടെ, 3 ആണ്. സോ 3 ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ദിസ് ടേം. ഓക്കെ, 3xൻ്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ 4yൻ്റെ കോഎഫിഷ്യന്റ് എന്തായിരിക്കും, അത് ഓഫ് കോഴ്സ് 4 ആയിരിക്കും അല്ലേ. ഈ പറയുന്ന അൺനോൺ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക, അതാണ് അതിൻ്റെ കോഎഫിഷ്യന്റ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക, ഈ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യാനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആക്ച്വലി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക, ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. 2x പ്ലസ് 1 വെൻ എക്സ് ഇസ് ഈക്വൽ ടു 5. ഓക്കെ, 2x പ്ലസ് 1 വെൻ എക്സ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 2x എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. 2 ഇൻറ്റു എക്സ് പ്ലസ് 1. Okay, that is equal to 2 into what is the value of x here? x എന്ന് പറയുന്നത് 5 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, 5 കൊടുക്കുന്നു, പ്ലസ് 1. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 5 പ്ലസ് 1, ഇതിൽ ആദ്യം അഡീഷൻ ചെയ്യോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യോ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ബോർഡ് മാസ് റൂൾ പഠിച്ചത് പ്രകാരം ബോർഡ് മാസിൽ BODMAS അല്ലേ, എം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, എ വരുന്നത്. അതായത് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അഡീഷൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 5 എത്ര കിട്ടി, 10 കിട്ടി. ഓക്കെ, 10 പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 11 എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതായത് എക്സ് പ്ലസ് 4 വെൻ എക്സ് ഇസ് ഈക്വൽ ടു 6, എക്സ് പ്ലസ് 4 വെൻ എക്സ് ഇസ് ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിന് പകരം 6 എന്ന് പറയുന്ന നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ് അല്ലേ. സോ 6 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 3y വെൻ y ഈക്വൽ ടു 2. 3y കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 ഇൻറ്റു y ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 ഈക്വൽ ടു 6 ഇസ് ദ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് 2a മൈനസ് 5 വെൻ a ഈക്വൽ ടു 4. 2a മൈനസ് 5 എന്ന് പറയുന്ന ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം വെൻ a ഈക്വൽ ടു 4. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു a മൈനസ് 5 അല്ല, മൈനസ് 5 ഈക്വൽ ടു 2 ഇൻറ്റു എക്ക് പകരം എന്ത് കൊടുക്കാം, നമുക്ക് 4 എന്ന് കൊടുക്കാം, മൈനസ് 5. വാട്ട് ഇസ് 2 ഇൻറ്റു 4? ദാറ്റ് ഇസ് ഈക്വൽ ടു 8 ആണ്. 8 മൈനസ് 5 ഈക്വൽ ടു 3 ഇസ് ദ ആൻസർ. ഓക്കെ,
3 ആണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ലീനിയർ ഇക്വേഷൻസ്. ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ലീനിയർ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ മാത്രമുള്ള ഇക്വേഷൻസിനെ എങ്ങനെ സോൾവ് ചെയ്യും എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് x+3=7 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ല, ഇവിടെ ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട്. സോ അതെന്തായിട്ട് മാറും, അത് ഇക്വേഷൻ ആയിട്ട് മാറും. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടതെന്ന് കരുതാം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണം. സോ x+3=7 ആണ് എന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, അത് കണ്ടെത്താനായിട്ട് നമുക്ക് വേരിയബിളിനെ മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ടേംസിനെയും അടുത്ത സൈഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ x= ഇവിടെ 7 ഓൾറെഡി ഉണ്ട് അല്ലേ, ഇവിടെ +3. നമുക്കറിയാം ഇക്വേഷന് 2 ഭാഗങ്ങളാണുള്ളത്, ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡും അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡും. ഓക്കെ, ഒരു ഇക്വേഷന് 2 ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഈ +3 എന്ന് പറയുന്നത് LHS കിടക്കുന്നതാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നതാണ് ഈ +3 എന്ന് പറയുന്നത്. അത് RHSലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ ഒന്ന് മാറും. അതായത് +3 എന്നുള്ളത് LHSൽ നിന്ന് RHSലേക്ക് വരുന്ന സമയത്ത് -3 ആയിട്ട് മാറും. സോ x= what is 7 - 3 = 4 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഇതൊക്കെയാണ്. കീപ് വേരിയബിൾ ഓൺ വൺ സൈഡ്, മൂവ് നമ്പേഴ്സ്, സിംപ്ലിഫൈ. ഈ പറയുന്ന വേരിയബിൾസിനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് നമ്പേഴ്സിനെ മറ്റേ സൈഡിലേക്ക് മൂവ് ചെയ്യുക ആൻഡ് സിംപ്ലിഫൈ ചെയ്യുക. ഇതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഇനി കുറച്ച് പ്രോബ്ലംസും കൂടെ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതായത് x+5 = 12 ആണെന്ന് കരുതാം. ഓക്കെ, ഇനി അതിൽ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ വേരിയബിളിനെ, അതായത് എക്സിനെ മാത്രം എന്ത് ചെയ്യുന്നു, ഇവിടെ നിർത്തുന്നു. ആൻഡ് ഈ +5നെ നമ്മൾ RHSലേക്ക് എടുക്കുക. അപ്പോൾ 12 +5 RHSലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും, -5 ആയിട്ട് മാറും. സോ 12 - 5 = 7 ആണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് 2x = 10 ആണ് എങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ 2x = 10 എന്ന് പറയുന്നത് 2 × x = 10 എന്നാണല്ലോ മീനിങ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് x ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, എക്സ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പം ഈ എക്സിനെ മാത്രം, വേരിയബിളിനെ മാത്രം ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കി നമ്പേഴ്സിനെ അടുത്ത സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഈ 2നെ നമ്മൾ ഇങ്ങോട്ട് RHSലേക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ എക്സിനോട് കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എന്ത് നിൽക്കുന്നത്, 2 നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് RHSലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ സൈൻ മാറി അവിടെ ആദ്യം പ്ലസ് മൈനസ് ആയതുപോലെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറും, ഡിവിഷൻ ആയിട്ട് മാറും. സോ x= 10/2 = 5 is the answer. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് sum of a number and 8 is 15. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ കണ്ടെത്തണം. ഓക്കെ, ഒരു നമ്പർ, അത് ഏതോ ഒരു നമ്പറാണ്, അത് ഏതാണെന്ന് നമുക്ക് അറിയില്ല. സോ ആ അറിയാത്ത നമ്പറിനെ നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നു, എക്സ് ആയിട്ട് കൊടുക്കുന്നു. ഈ നമ്പറിനോട് കൂടി 8 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്നാണ് പറയുന്നത്, 15 കിട്ടിയെന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്ത് കണ്ടെത്തണം, ഈ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണം, നമ്മുടെ നമ്പർ ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. സോ ആ എക്സിൻ്റെ വാല്യൂ കിട്ടാനായിട്ട് ഈ 15ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യേണ്ടി വരും, ഈ +8 RHSലേക്ക് പോകുമ്പോൾ അതെന്തായിട്ട് മാറുന്നു, -8 ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ഇസ് 7. ഓക്കെ, നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് കിട്ടി, 7 ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കൂടെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.